Talro presents Reporter with the Next Entrepreneur, a talk series for aspiring entrepreneurs. നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേർണിയിൽ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നമുക്കറിയാം, നമുക്കൊരു ഇൻവെസ്റ്റേഴ്സ് ഇല്ലാണ്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. രണ്ട് രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങളാണ് സാധാരണഗതിക്ക് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്താൽ മാത്രം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന സംവിധാനം. രണ്ട്, ബൂസ്റ്റ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ഫണ്ട് മാത്രം മതി, ബാക്കി അത് റവന്യൂ ബേസ്ഡ് ആയിട്ട് ഓടാൻ കഴിയുന്ന ബിസിനസ് സംവിധാനങ്ങൾ. അപ്പോൾ നമുക്ക് ബഹുഭൂരിപക്ഷം ബിസിനസ്സുകൾക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാര്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ക്യാപിറ്റൽ ഇല്ലാണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് വളർത്താൻ കഴിയില്ല. മേ ബി ഒരു ഫേസിൽ നമുക്ക് ഫണ്ട് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞേക്കാം, തുടങ്ങാൻ സാധിച്ചേക്കാം. പക്ഷെ അത് സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിസിനസ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് രണ്ട് സൈഡിലാണ്. ഒന്ന്, നമ്മുടെ ബിസിനസ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു റിലേഷൻഷിപ്പ്. രണ്ട്, നമ്മുടെ ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫണ്ട് വേണം, നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഫണ്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്ററിനെ കണ്ടെത്തുക, എങ്ങനെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക. ഇതൊക്കെയായിരിക്കാം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ബാക്ക് ടു ബാക്ക് പിച്ച് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഒരാളെ പോയി കണ്ടു, അവിടെ പിച്ച് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് പോയി. കാര്യം നമ്മളൊരു 100-150 പേർത്തൊക്കെ പിച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരാളെ കിട്ടുക, അല്ലെങ്കിൽ ഒരു 2 പേരെ കിട്ടുക, അല്ലെങ്കിൽ ഒരു 5 പേരെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായൊരു ബിസിനസ് മോഡൽ വേണം, അല്ലെങ്കിൽ കൃത്യമായ റവന്യൂ മോഡൽ വേണം. അതിൽ അവരെ കൺവിൻസിങ് ആക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വേണം. ഇൻവെസ്റ്റേഴ്സ് സാധാരണഗതിക്ക് അത്ര പെട്ടെന്ന് കൺവിൻസ് ആകില്ല. കാര്യം അവർ ഹാർഡ് ഏൺ ചെയ്ത മണി, അവരുടെ ചോര നീരാക്കി അവരുണ്ടാക്കിയ ക്യാഷ്, നമ്മൾ പറയുന്ന ക്യാഷ്, ആ ക്യാഷും അവരൊരു ബിസിനസ്സിലേക്ക്, അതല്ലെങ്കിൽ നമുക്ക് തരുകയാണ്, നമ്മുടെ പോക്കറ്റിലേക്ക് ആ ഫണ്ട് വരികയാണ്. സ്വാഭാവികമായിട്ടും അതിനൊരു പ്രോസസ്സുണ്ട്, അതൊരു ഹാർഡ് പ്രോസസ്സാണ്. അവർക്ക് നമ്മളിലൊരു വിശ്വാസം വരിക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ളതല്ല. ഒരാളുടെ പോക്കറ്റിലുള്ള ഒരു ക്യാഷ് നമ്മുടെ കൈകളിലേക്ക് വരിക എന്നുള്ള സംഭവം, നമ്മുടെ പോക്കറ്റിലേക്ക് വരിക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് വെറും ഒരു ക്യാഷ് മാത്രമല്ല, നമ്മുടെ കൈകളിൽ ഈ ക്യാഷ് ഏൽപ്പിച്ചാൽ അവരുടെ ക്യാഷ് സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. രണ്ട്, അവർക്കതിന് കൃത്യമായ ഒരു റിട്ടേൺ, അവരാഗ്രഹിക്കുന്ന ഒരു റിട്ടേൺ, ഒരു പ്രോഫിറ്റ് അതിൽ കിട്ടും എന്നുള്ള അവരുടെ വിശ്വാസം. നമ്മുടെ ബിസിനസ് സ്റ്റേബിളായിട്ട് നിൽക്കും എന്നുള്ള അവരുടെ വിശ്വാസം. അപ്പോൾ നമ്മളിലും നമ്മുടെ ബിസിനസ്സിലൊക്കെ ഉള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്യാഷ് തരുന്നത്. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഫണ്ട് വേണ്ട സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് ചോദിച്ചുടനെ ആളുകൾ നമുക്ക് ഫണ്ട് തരില്ല. ഈ ഒരു റിയാലിറ്റി ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സിന് ഫസ്റ്റ് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫണ്ട് വേണം, അത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഈ ഫണ്ട് കിട്ടാണ്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഡെസ്പറേറ്റ് തോട്ട് നമുക്കുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. അവരുടെ ക്യാഷ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമേൽ ശ്രദ്ധിച്ച് മാത്രമേ അവർ ചെയ്യൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ ഹറി ആക്കിയിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ ഒരു ടൈമിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അവരുടെ ഫണ്ട് അവർ റിലീസ് ചെയ്യുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫണ്ട് വേണമെങ്കിൽ നമ്മൾ വളരെ മുന്നേ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് സംഭവം. അതായത് നമുക്ക് അടുത്ത വർഷം ഫണ്ട് വേണമെങ്കിൽ ഈ വർഷം നമ്മൾ വർക്ക് ചെയ്യണം. എങ്ങനെ വർക്ക് ചെയ്യണം? ആദ്യം ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചിലപ്പോൾ അവർ നമ്മൾ തമ്മിൽ യാതൊരു റിലേഷനും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളൊരു പ്രോഗ്രാമിലൂടെ ആയിരിക്കും അവരെ പരിചയപ്പെട്ടത്. നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ് ഈ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കുറേ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, നമ്മൾ പോയി പരിചയപ്പെട്ടു, എന്നിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യം അവർക്ക് പറഞ്ഞു, എൻ്റെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ താങ്കളുടെ ഹെൽപ്പ് വേണം എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു. എന്നിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഡിസ്റ്റർബ്ഡ് ആകാത്ത ലെവൽ, അവരെ ബുദ്ധിമുട്ടിക്കാത്ത ലെവൽ, ഒരു ശല്യമായിട്ട് അവർക്ക് തോന്നാത്ത ലെവലിൽ നമ്മൾ കൃത്യമായി അപ്ഡേറ്റ്സുകൾ അവർക്ക് കൊടുക്കുക. നമ്മുടെ വളർച്ച എന്താണെന്ന് അവരെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഇനി ഒരാൾ പറയുവാണ്, എന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ലീവ് ചെയ്യണം. പക്ഷെ അതല്ലാതെ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ജേർണി, നമ്മുടെ പ്ലാൻ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട്സ് ഇതവരെ അറിയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതിയെ പതിയെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡാവും.
പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തത്, സാർ നമ്മുടെ ഒരു സ്റ്റേജ്, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുവാണ്, സാറിൻ്റെ കുറച്ച് സജഷൻസ് എനിക്ക് വേണമായിരുന്നു. ഫണ്ടല്ല നമ്മൾ ചോദിക്കുന്നത്, അവരുടെ സജഷൻസാണ്. എന്നിട്ട് നമ്മളുടെ അതുവരെയുള്ള ജേണി, നമ്മുടെ ബിസിനസ് മോഡലും റവന്യൂ മോഡലൊക്കെ നമ്മൾ അവരോട് പോയി പറഞ്ഞു കൊടുത്ത് നമ്മൾ കുറച്ച് ഹെൽപ്പും സജഷൻസും ഒക്കെ വാങ്ങിയ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായി വരും. അങ്ങനെ വരുമ്പോഴേക്ക് ഒരു വർഷം കഴിഞ്ഞു, നമ്മൾ സ്ട്രോങ് റിലേഷനുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തു, അന്ന് എന്തായിരുന്നു നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ എന്തായിരുന്നു എന്നും ഇപ്പോൾ നമ്മൾ എന്തായിരുന്നു എന്നുള്ള ഗ്രോത്ത് കൃത്യമായിട്ട് അവർ കാണും. അവിടെ നമുക്ക് അവരോട് നമ്മുടെ പിച്ച് നമുക്ക് അവിടെ ചെയ്യുമ്പം അവർക്ക് നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്, നമ്മുടെ വളർച്ച അവർക്കറിയാം, നമ്മൾ അലസന്മാരായിട്ടിരിക്കുന്നവരല്ല എന്നും നമ്മൾ കൺസിസ്റ്റൻസി ഉള്ളവരാണെന്നും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ പ്ലാൻ കൊള്ളാമെന്നും ഒക്കെ അവർക്ക് തോന്നുമ്പോഴാണ് അവരുടെ ക്യാപിറ്റൽ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി ഒരു അപ്ഡേറ്റ്സ് കൃത്യമായി കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ചെയ്ത് കഴിയുന്ന സാഹചര്യത്തിൽ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും ഒക്കെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി നമ്മുടെ അപ്ഡേറ്റ്സ് കൊടുത്ത് നമ്മുടെ ഗ്രോത്ത് അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഏത് കാര്യം നോക്കിയാലും മനസ്സിലാവും നമുക്ക്. നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അന്ന് മുതലാണ് നമ്മളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വ്യക്തിയാവട്ടെ, ഒരു ബ്രാൻഡ് ആവട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ. എന്നിട്ട് നമുക്ക് ആ ബ്രാൻഡിലൊരു വിശ്വാസം വരുന്നത് എപ്പോഴായിരിക്കും? കണ്ട മാത്രയിലായിരിക്കും വിശ്വാസം വരുന്നത്, അല്ല, കുറച്ച് അങ്ങോട്ട് പോയി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്, നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് അതിലൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നത്. അതൊരു ബ്രാൻഡ് ആയിക്കൊള്ളട്ടെ. അതുകൊണ്ടാണല്ലോ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. നിരന്തരം കാണിക്കുന്നത് എന്താണ്? അതൊരു ഓർമ്മപ്പെടുത്തലാണ്, അതൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒറ്റത്തവണ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ മേ ബി ഫസ്റ്റ് ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, എന്നിരുന്നാൽ പോലും ആ ഫസ്റ്റ് ടൈം അല്ല ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ ട്രസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ഇതാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതിയെ എന്ത് ചെയ്യും, നമുക്ക് ഫണ്ട് ആവശ്യമുള്ള സമയത്ത് ഒരുപാട് ആളുകളെടുത്ത് പിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. കാര്യം ഡെസ്പറേറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്നതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിച്ച് ഉണ്ടാക്കി വെച്ച് ആളുകളെടുത്ത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ ആരോട് പ്രസൻറ്റ് ചെയ്യണം എന്ന്, നമുക്ക് റിലേഷൻഷിപ്പുള്ള ആളുകളോട് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഒരു ചിന്താഗതി നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് വേണമെങ്കിൽ വളരെ നേരത്തെ നമുക്ക് വർക്ക് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഒരാൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ക്യാഷ്, അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ ഫണ്ട് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ഏറ്റവും അധികം സെറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്ഥാപനത്തെ, നമ്മുടെ ഈ കമ്പനിയിൽ നിന്ന്, സ്റ്റാർട്ടപ്പിൽ നിന്ന്, ഈ ബിസിനസ്സിൽ നിന്ന് ആർക്ക് വേണോ എപ്പോഴും വേണോ പോവാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു സ്റ്റാഫ്, ആ സ്റ്റാഫ് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോവാം. അപ്പോൾ അവരിവിടെ കമ്പനിയിൽ നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ ടൈമും അവർ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അവരുടെ ഐഡിയ അവരിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അവർ ഈ കമ്പനിയുടെ ഗ്രോത്തിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ നഷ്ടം ഉണ്ടായിരിക്കാം, കുറേ ടൈം അവർ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒക്കെ സത്യമാണ്. പക്ഷേ അവർക്ക് അൾട്ടിമേറ്റ്ലി ഒന്നും നഷ്ടപ്പെടുന്നില്ല. കാര്യം ഇവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് അവരിതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ അടുത്തൊരു സ്ഥാപനത്തിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ ക്ലയൻസ് നമ്മളല്ല എങ്കിൽ അവർക്ക് വേറൊരു കമ്പനിയിലേക്ക് അവർക്ക് പോകാം. നമ്മുടെ വെൻഡേഴ്സ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവർക്ക് നമ്മളല്ല എങ്കിൽ വേറൊരു ക്ലയൻറ്റിന് എന്ത് ചെയ്യും, അവർക്ക് കിട്ടും. മേ ബി നമ്മുടെ ഫൗണ്ടേഴ്സിന് പോലും ഈ കമ്പനി വിട്ട് വേറൊരു കമ്പനിയിൽ പോയി വേറെ തുടങ്ങാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇൻവെസ്റ്ററിനെയാണ്. ഈ കമ്പനി പൂട്ടിപ്പോയാൽ, ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ്? ഇൻവെസ്റ്റേഴ്സിനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഒരു കമ്പനി എപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെതാണ്. അൾട്ടിമേറ്റ്ലി ഒരു കമ്പനി നമ്മുടേതൊന്നും അല്ല, അൾട്ടിമേറ്റ്ലി നമ്മുടെ കമ്പനി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെതാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ, ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകുന്ന ഒരേ ഒരു വിഭാഗം, എല്ലാവർക്കും പല രീതിക്കുള്ള ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായ നഷ്ടമുണ്ടാകുന്നത് ഇൻവെസ്റ്റേഴ്സിനാണ്. ഇത് നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യണം. അപ്പോഴെന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും നല്ല രീതിക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഈ മൈൻഡ് സെറ്റ് ഇല്ല, അവർ ക്യാഷ് തരുന്നു, അവർക്ക് ഞാൻ ഒരു പ്രോഫിറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അസറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കമ്പനി വളർന്നാൽ അവർക്കും കൂടെ തന്നെയാണല്ലോ ബെനിഫിറ്റ് എന്നൊരു ആരോഗ്യൻ മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വേണം. അവരുടെ അവർ തന്ന ഈ ഫണ്ടാണ്, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെത്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്
ഞാൻ അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നൊരു ഓൺട്രപ്രണർ ചിന്തിച്ചു കഴിഞ്ഞാലാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ കമ്പനിയുടെ ഓരോ കാര്യങ്ങളും അവരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ നടക്കുന്ന വളർച്ച അവരെ അറിയിക്കുക. അപ്പോൾ അവർക്കൊരു വലിയ സന്തോഷം ഉണ്ടാകും. നമ്മൾ ഓരോ വളർച്ചയും കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകും. നമ്മുടെ പ്ലാൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരെ അറിയിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ പോകുന്നുണ്ട്. മേ ബി ചില റിസ്ക് എലമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ പ്ലാൻ ഒരു പിവറ്റിംഗ് നടക്കുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന റിസ്ക്കുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ മേ ബി അത് നമ്മളൊരു സാച്ചുറേഷനിലേക്ക് വന്നേക്കാം. ആ സാച്ചുറേഷൻ ഹിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ചിലപ്പോൾ മൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് കമ്പനിയെ മേ ബി നെഗറ്റീവ്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രിക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് പറഞ്ഞേക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി അതല്ല, മാർക്കറ്റിൽ എന്തെങ്കിലും നമ്മൾ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തു, നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ലോസ് അല്ലെങ്കിൽ നമ്മുടെ ചില പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മുന്നേ അവരോട് പറയുക, ഇങ്ങനൊരു സംഭവം വരാൻ സാധ്യതയുണ്ട്, ഈ വർഷത്തെ പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുണ്ട്, ഈ വർഷത്തെ ഡിവിഡൻഡ് മേ ബി നിങ്ങൾക്ക് ഇത് കുറയും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെറ്റ് ബാക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ അസറ്റ് വാല്യൂ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട് എന്നിട്ട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇൻവെസ്റ്റേഴ്സും ഫൗണ്ടേഴ്സും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വരുമ്പോഴാണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ എക്സ്പെക്റ്റേഷൻസ് അവർ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസ് മാറിയാൽ പ്രശ്നമില്ല. എക്സ്പെക്റ്റേഷൻസ് എപ്പോഴാണ് മാറുന്നത്? ക്ലിയർ കമ്മ്യൂണിക്കേഷനിലാണ് എക്സ്പെക്റ്റേഷൻസ് മാറുന്നത്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒന്നും ഇവിടെ നടക്കാനില്ല. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ പറയണം, നിങ്ങൾ അന്നത് ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പറയുന്നത് എല്ലാം അതേപോലെ സംഭവിക്കില്ല. കാര്യം നമ്മൾ മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മാറ്റുക. ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ അന്ന് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മേ ബി ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ എന്നിരുന്നാലും ആ കമ്മ്യൂണിക്കേഷൻസ് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. അവരുടെ ഫണ്ട് നമ്മൾ അത്രമേൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് വെക്കണമെന്നുള്ളൊരു തീർച്ചയായും ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കെയർ ഓഫിൽ നമുക്ക് അടുത്ത ഫണ്ടിങ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അവർ തന്നെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് തന്നെ നമുക്ക് അടുത്തൊരു സ്കെയിൽ ചെയ്യേണ്ട സാഹചര്യത്തിൽ അവർ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫണ്ട് തരും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടാകില്ല, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകില്ല, പക്ഷേ നമ്മുടെ പ്രോസസ്സിൽ അവരെന്താണ്, ട്രസ്റ്റ് ഉള്ളവരാണ്. നമ്മളുടെ ഈ പ്രോസസ്സ് റിസൾട്ടിലേക്ക് എത്തുമെന്ന് അവർക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെയും നമുക്ക് എന്ത് ചെയ്യും, ഫണ്ട് എന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. രണ്ട് സൈഡിലും ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്നും, അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ആകാൻ സാധ്യതയുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സൈഡിൽ ഉണ്ടാക്കുക. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നല്ല രീതിക്ക് നല്ല റെസ്പെക്റ്റോടു കൂടി നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് കാര്യങ്ങളിലേക്ക് പോകും. പലപ്പോഴും പല കമ്പനികളും ലീഗൽ പ്രശ്നത്തിലേക്ക്, ഇൻവെസ്റ്റേഴ്സും ഓൺട്രപ്രണേഴ്സും തമ്മിൽ ലീഗൽ പ്രശ്നത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ വളർന്നു പോകാനുള്ള സാഹചര്യം വളരെ വളരെ കുറവാണ്. പിന്നെ എന്നും ഇഷ്യൂസും പ്രശ്നങ്ങളും കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കുക എന്നുള്ളത് ഓരോ ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഓൺട്രപ്രണറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലിയർ കമ്മ്യൂണിക്കേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മുടെ ആസ്പയറിംഗ് ഓൺട്രപ്രണേഴ്സ്, പുതിയ ഓൺട്രപ്രണേഴ്സ് വളരെയധികം ശ്രദ്ധ കൊടുക്കണം. രണ്ട് ആംഗിളിലും ഇൻവെസ്റ്റേഴ്സ് ആകാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സിനോടുള്ള റിലേഷൻഷിപ്പും ഇൻവെസ്റ്റർ ആയ ഇൻവെസ്റ്റേഴ്സിനുള്ള റിലേഷൻഷിപ്പിലും നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും. This is Reporter News Network.